ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല. രാവിലെ കുഞ്ഞുങ്ങളെ സ്കൂളിലൊക്കെ വിട്ടു. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യണമല്ലോ. നമ്മുടെ വീട്ടമ്മമാരൊക്കെ എത്ര പണി ചെയ്താലും കഴിയില്ല അല്ലേ. രാത്രി ഉറങ്ങുന്നവരെ പണി ചെയ്യാൻ പറഞ്ഞാലും നമുക്ക് ചെയ്യാൻ ഇഷ്ടം പോലെ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ അല്ലേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ അതുപോലത്തെ ഒരു പണി എന്താ വെച്ചാൽ, തേങ്ങ ഞാൻ കുറച്ച് വാങ്ങിയിട്ട് വന്ന് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇതൊക്കെ ചിരകി ഫ്രിഡ്ജിൽ വെക്കാൻ വിചാരിച്ചു. എന്താ അറിയോ, വാങ്ങി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിരകാതെ വെച്ചാൽ ചിലപ്പോൾ നാലാമത്തെ തേങ്ങ 4 ദിവസമോ 5-ാമത്തെ ദിവസം 6-ാമത്തെ ദിവസമൊക്കെ എടുക്കുക. അപ്പോഴേക്കും അത് കേട് വന്നിട്ടുണ്ടാവും ചിലപ്പോൾ ഒരു തേങ്ങയെങ്കിലൊക്കെ. ഇങ്ങനെ വാങ്ങിക്കൊണ്ടുവന്ന് അപ്പം തന്നെ അത് ചിരകി ഫ്രീസറിൽ വെച്ചാൽ നമ്മുടെ തേങ്ങ കേട് വരാതെ കിട്ടുമല്ലോ. അപ്പം അങ്ങനെ വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ താഴത്തൊരാൾ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ, കുഞ്ഞൂസ്. അപ്പോൾ അവന് ഞാൻ പൊടിയില്ലാതെ ഊറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവനത് കുടിക്കുന്നുണ്ട്. അവനും ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ആദ്യം കുടിച്ച് നോക്കുന്നുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ടോ എന്നുള്ളത്. ചില വെള്ളത്തിന് കേടുണ്ടാവുമല്ലോ, അതുകൊണ്ട്. പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണതല്ലേ. അപ്പോൾ ഞാനത് കുടിച്ച് നോക്കി കുഴപ്പമൊന്നുമില്ല അവൻ്റെ അവന് കൊടുത്തു കേട്ടോ. പിന്നെ എന്തായാലും തേങ്ങാ വെള്ളമൊക്കെ കിട്ടണതല്ലേ, ഒന്ന് ആപ്പം ഉണ്ടാക്കി നോക്കാൻ വിചാരിച്ചു കേട്ടോ. എപ്പോഴും തേങ്ങാ വെള്ളം കിട്ടാൻ ക്ഷാമമാണ് ഓരോരോ തേങ്ങ ഉടയ്ക്കുമ്പോൾ. ഇത് ഒരുമിച്ച് ഉടച്ചപ്പോൾ ഇത്തിരി വെള്ളം കിട്ടിയല്ലോ. അപ്പോൾ അത് ഞാൻ പഞ്ചസാരയൊക്കെ ഇട്ട് സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ആപ്പം നേരാമാർഗ്ഗം ഉണ്ടാക്കാൻ അറിയില്ല. ഞാൻ ഈസ്റ്റ് ഇട്ടിട്ട് ഒരിക്കൽ ഉണ്ടാക്കിയിട്ട് നന്നായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ അതൊക്കെ ഉടച്ച് കഴിഞ്ഞപ്പോൾ വേഗം ആ കൊടുവാളും കവറും അതെല്ലാം എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. കവർ സ്കൂളിൽ കുട്ടിക്ക് കറി കൊണ്ടുപോകുമ്പോൾ പോവാതിരിക്കാൻ വേണ്ടി ആക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും എത്ര കവർ കിട്ടിയാലും എടുത്ത് വെക്കും കേട്ടോ. കളയില്ല. എന്താ വെച്ചാൽ ഡെയിലി കവർ വേണമല്ലോ. അപ്പോൾ നമ്മൾക്ക് വീണ്ടും ആപ്പത്തിൻ്റെ കാര്യത്തിലേക്ക് എത്താം. അപ്പോൾ അളവൊന്നും കറക്റ്റ് അറിയില്ല. എവിടെയോ ഒരിക്കൽ കേട്ട ഓർമ്മയിൽ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ അപ്പം നന്നായോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ നാളത്തെ ഷോർട്സ് നോക്കണം. ഞാൻ എന്തായാലും അതിലിടുന്നുണ്ട്, കാണണം കേട്ടോ. അപ്പോൾ അതാ പച്ചരി ഞാനൊരു 1.5 നാഴിയോളം ഇട്ടു കേട്ടോ, ചെറിയ നാഴിയിൽ. പിന്നെ കുറച്ച് ഉഴുന്നിടുന്നുണ്ട്. ആ പച്ച മൂടിയിൽ അത്രേനെ ഇടുന്നുള്ളൂ കേട്ടോ. അളവൊന്നുമില്ല. ഉഴുന്ന് കുറച്ച് മതി എന്ന് പറയുന്നത് കേൾക്കാറുണ്ട് ആപ്പം ഉണ്ടാക്കുമ്പോൾ. പിന്നെ എന്താ ഉലുവ ഇടുമോ എന്നുള്ളതും എനിക്കറിയില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ഉലുവ ഇട്ടിട്ടില്ല. പിന്നെ ചോറും കുറച്ച് തേങ്ങയും എല്ലാം കൂടെ അരച്ച് ചേർക്കാമെന്നുള്ളതാണ് എൻ്റെ പ്ലാൻ കേട്ടോ. അതുപോലെ തേങ്ങാ വെള്ളം 12 മണിക്കൂറോ അങ്ങനെ എന്തോ വെക്കണം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. 12ആണോ 24 മണിക്കൂറാണോ എന്ന് എനിക്കറിയില്ല, അതും വേറെ. അപ്പം ഞാനത് എന്തായാലും വൈകുന്നേരം ഒന്ന് അരയ്ക്കും. പിന്നെ അതൊക്കെ വേഗം കഴുകുമ്പോഴേക്കും കുഞ്ഞൂസ് വീണ്ടും ഒക്കത്ത് കയറി ഇരുന്നു കേട്ടോ. പിന്നെ അവനെ സോപ്പിട്ട് വേഗം കൊണ്ടുപോയിട്ട് ഞാൻ എന്ത് ചെയ്തു, TV വെച്ച് കൊടുത്തു. അതിന് ശേഷമാണ് ഞാൻ തേങ്ങ ചിരകായിരുന്നത് കേട്ടോ. അപ്പം ഞാൻ എന്നെ അടുത്ത് കണ്ട അവന് കുഴപ്പമില്ല. ഞാൻ അടുക്കളയിൽ പോയി നിൽക്കുമ്പോഴാണ് എൻ്റെ ഒക്കത്ത് കയറാൻ വരിക കേട്ടോ. അതുപോലെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുള്ള പണികൾ ചെയ്യുമ്പോൾ അവന് മൂഡ് ഓഫ് വന്നാൽ അപ്പോഴും ഒക്കത്ത് കയറുവേ. അപ്പോൾ ഞാൻ പിന്നെ ഇതാ വേഗം തേങ്ങയൊക്കെ ചിരകുന്നുണ്ട് കേട്ടോ. ചിരകണേൻ്റെ ഇടയിൽ ഇതാ വീണ്ടും തേങ്ങ തിന്നാൻ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ വെള്ളം കൂടി കഴിഞ്ഞു, ഇനിയിപ്പോൾ തേങ്ങ തിന്നലാണ്. ഈ തേങ്ങയൊക്കെ ചിരകി കഴിയുമ്പോഴേക്കും ഇതിലെ ഒരു മുറി തേങ്ങ ഞാനും എൻ്റെ കുഞ്ഞൂസും കൂടെ വയറ്റിലാക്കിയിട്ടുണ്ടാവും ഗൈസ്. അത് വേറെ. ഇതെന്താ പറയുക, റിപ്പീറ്റേഷൻ വന്നത് ഈ തേങ്ങ എന്നുള്ളത് അമ്മ അതിൻ്റെ ഇടയിൽ കോൾ ചെയ്തു. അപ്പോൾ അത് റെക്കോർഡിങ് കട്ടായിപ്പോയി. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ചിരകി കഴിഞ്ഞ് ഞാൻ അടുക്കളയ്ക്ക് പോയപ്പോൾ അവിടെ കുഞ്ഞൂസ് ഹാളിൽ നിന്നിട്ട് എന്തൊക്കെയോ കോപ്രായത്തരം കാണിക്കുന്നു. അപ്പോൾ ഞാൻ വെറുതെ അവൻ കാണാതെ ക്യാമറ കൊണ്ടുപോയി വെച്ചതാണ് കേട്ടോ. പൊരിഞ്ഞ ഡാൻസ് ആയിരുന്നു അവൻ്റെ. അപ്പോൾ അതൊക്കെ വീഡിയോ എടുത്തിട്ട് മെല്ലെ വന്നു അടുക്കളയ്ക്ക്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, തേങ്ങയൊക്കെ അതിൻ്റേതായ ടിന്നുകളിലാക്കി വെക്കുകയാണ് കേട്ടോ. ഇത് ആളൊരിക്കൽ ലുലു മാൾ പോയി വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ, ഓഫറിന്. സംഭവം അടിപൊളിയാണ്. ഫ്രീസറിലൊക്കെ വെക്കാൻ നല്ല സെറ്റാണ്. കനമില്ലാത്ത പ്ലാസ്റ്റിക്, ക്വാളിറ്റി ഇല്ലാത്ത പ്ലാസ്റ്റിക്കിൽ നമ്മൾ ഫ്രീസറിൽ വെക്കുമ്പോഴേ നമ്മളത് എടുക്കുന്ന സമയത്ത് പൊട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇതാകുമ്പോൾ അത് ആ പ്രശ്നമൊന്നുമില്ല. സംഭവം അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. മാവാക്കി വെക്കാനാണെങ്കിൽ മീൻ ഇറച്ചിയൊക്കെ വാങ്ങിയാലും ആക്കി വെക്കാൻ അടിപൊളിയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ വീണ്ടും ഇതാ കള്ളം വന്നിട്ട് കട്ടെടുത്തിട്ട് പോകുന്നുണ്ട് കേട്ടോ തേങ്ങ. അത് ഞാൻ വേഗം ഡപ്പയിലാക്കി വെച്ചില്ലെങ്കിൽ എൻ്റെ തേങ്ങ മുഴുവൻ കഴിയും. കുഞ്ഞൂസ് നൈസായി വന്നെടുക്കുന്നുണ്ട്. ഇത് ഒരുപാട് മൂക്കാത്ത തേങ്ങ ആയതുകൊണ്ട് തിന്നാനും അടിപൊളിയല്ലേ. അപ്പോൾ അങ്ങനെ അവൻ വന്ന് എടുക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ സംഭവം പറഞ്ഞത്. പിന്നെ ഇതിലൊരു ഡപ്പോ ഒന്ന് പൊട്ടി ഗൈസ്. കുട്ടികൾ അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് എന്താ പറയുക, തരികിട ഡാൻസ് കളിച്ചു. അതുകൊണ്ട് എൻ്റെ ഡപ്പ പൊട്ടിപ്പോയി പറയാൻ പറ്റില്ല, ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. ഈ ഫ്രിഡ്ജിൽ വെച്ചാൽ അതും തേങ്ങയും കൂടെ ഐസാവുമോ എന്നുള്ളത് കണ്ടിട്ട് അറിയണം അല്ലേ. ഇതാ തേങ്ങയൊക്കെ ഭംഗിയായി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നേരെ നമ്മളത് കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കുമ്പോൾ അടിപൊളിയായിരിക്കുമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞതാണെന്ന് തോന്നുന്നു അല്ലേ. ഫ്രിഡ്ജ് തുറന്നപ്പോൾ കുറേ പാത്രങ്ങൾ. സംഭവം അതിലെന്തൊക്കെയാണ് വെച്ചെന്ന് എനിക്കേ ഓർമ്മയില്ല കേട്ടോ. ഇത് വന്നിട്ട് ചട്നി ആയിരുന്നു കേട്ടോ. അത് നോക്കുകയാണേ, അതിന് ഉപയോഗിക്കാൻ പറ്റില്ല, കൊണ്ടുപോയി കളയണം.
അത് വേറെ തലേ ദിവസത്തെയായിരുന്നു. പിന്നെ മീൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രീസറിൽ, അത് പുറത്തെടുത്ത് വെച്ചു. എന്നിട്ട് തേങ്ങയൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറ്റിട്ടോ മീനപ്പോൾ ഉച്ചയ്ക്ക് വറക്കാലോ വിചാരിച്ചെടുത്താണ് കേട്ടോ. പിന്നെ ഒരു നാരങ്ങ ഉണ്ടായിരുന്നു, അതും കയ്യിലെടുത്തു. നാരങ്ങ വെള്ളം കലക്കി കുടിക്കാൻ വിചാരിച്ചു. ഭയങ്കര ക്ഷീണം കൈസ്, തേങ്ങ ചിരകിയിട്ട് വിശർത്ത് കുളിച്ചു. അതേപോലെ ഇരുന്നിരുന്ന് ഇടുപ്പ് വേദനിക്കാൻ തുടങ്ങിട്ടോ. കുറേ നേരം ഇങ്ങനെ ഇരിക്കുകയല്ലേ, ഒരേ ട്രിപ്പ് ഇരുന്ന് ചിരകി എടുത്തതല്ലേ 4 തേങ്ങ. പണിയുണ്ട് കേട്ടോ ഗൈസ്. ഇനി ആൾ വരുമ്പോൾ ആളിൻ്റെ അടുത്ത് ഏൽപ്പിക്കണം തേങ്ങ ചിരകാൻ, അതാണ് നല്ലത്. അപ്പം നമുക്ക് വെള്ളം കലക്കി കുടിക്കാം. അതിന് മുന്നേ ഞാൻ തേങ്ങ എടുത്ത് വെക്കണതിൻ്റെ ഇടയിൽ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തിനറിയാം, പഞ്ചസാരയിട്ട് തിന്നാൻ വേണ്ടിയിട്ട് കേട്ടോ ഗൈസ്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ കഴിച്ചിട്ടുണ്ടോ? നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരുപാട് കഴിച്ചാൽ വയറ് വേദനിക്കും എന്നറിയില്ല എന്ന് തോന്നുന്നു. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞൂസിന് കൊടുത്തപ്പോൾ അവന് വലിയ ഇഷ്ടപ്പെട്ടില്ല, മധുരത്തോട് വലിയ പ്രിയമില്ല കേട്ടോ. പക്ഷേ ഡയറി മിൽക്ക് അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അവനും കൊടുത്തിട്ട് ഞാനും കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേഗം നാരങ്ങ വെള്ളം കലക്കി അതും കുടിക്കുന്നുണ്ട്. എനിക്ക് എന്താണെന്നറിയില്ല കേട്ടോ, എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് കഴിഞ്ഞാൽ മധുരം കഴിക്കാൻ തോന്നും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്നുമില്ലെങ്കിൽ നാരങ്ങ വെള്ളമെങ്കിലും കലക്കി കുടിക്കണം കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എത്ര വേണമെങ്കിലും കുടിച്ചിട്ടിരിക്കും കേട്ടോ മധുരമുള്ളത്. ഷുഗർ കട്ട് ചെയ്യണം വിചാരിക്കും, അന്നത്തെ ദിവസം ഒരുപാട് ഷുഗർ കഴിക്കും. അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേഗം ഇതാ അടിച്ചു പോരാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ആ തേങ്ങ ചിരക്കിയതിൻ്റെ കുറച്ച് വേസ്റ്റൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോഴേക്കും കുഞ്ഞൂസിൻ്റെ സ്വഭാവം മാറി കേട്ടോ. അവൻ സമ്മതിക്കുന്നത് വളരെ കുറച്ച് നേരമായിരിക്കും, അതിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യണം. അങ്ങനെയാണ്. ഇനി അവനെ എടുത്തുകൊണ്ട് വേണം കേട്ടോ പണിയെടുക്കാൻ, അല്ലാതെ വെച്ചാൽ അവൻ വിടുകയില്ല. അവന് അതുപോലെ ഉറക്കം വന്നു കഴിഞ്ഞാലും വിശന്നാലും ഒക്കെ ഇതുപോലെ വരും കേട്ടോ. കുട്ടികൾ അങ്ങനെ തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ അവനെ ഒക്കത്ത് വെച്ചിട്ട് വേഗം അടിച്ചു വരുന്നുണ്ട് കേട്ടോ. അത് വാരിക്കളയാനൊന്നും അവൻ സമ്മതിച്ചില്ല. ഞാൻ ഹാളിൽ നിന്നെല്ലാം അടിച്ചു കോരി ഡൈനിങ് ഹാളിലാക്കിയിട്ട് കൂട്ടി വെച്ചു കേട്ടോ. എന്നിട്ട് അവൻ്റെ ഫ്രീ ആയിട്ട് അവൻ എന്നെ വിടണ സമയത്ത് അത് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് വേഗം അത് നിർത്തി. ഇങ്ങനെ സ്പീഡിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നിർത്തി എന്നൊക്കെ പറയണു കേട്ടോ. സോറി കേട്ടോ, നിർത്തി എന്നാണ് ഉദ്ദേശിച്ചത്. അത് കഴിഞ്ഞിട്ട് കുഞ്ഞൂസിനെ കുറച്ച് നേരം കളിപ്പിക്കുന്നുണ്ട് കേട്ടോ. അവൻ്റെ ഇഷ്ടത്തിന് കുറച്ച് നേരം വിടാൻ വിചാരിച്ചിട്ട്. ഇവിടെ അങ്ങനെയാണ് കേട്ടോ, കുറച്ച് പണിയെടുക്കും കുറച്ച് കളിക്കും, കുറച്ച് പണിയെടുക്കും കുറച്ച് കളിക്കും, അങ്ങനെ നടക്കുള്ളൂ അല്ലേ. ആരും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഉച്ചയായിട്ടോ സമയം, അപ്പോൾ വേഗം മീൻ വറുക്കുന്നുണ്ട് കേട്ടോ എനിക്കും കുഞ്ഞൂസിനും വേണ്ടിയിട്ട്. പിന്നെ രസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ രസവും മീൻ വറുത്തതും കൂട്ടി ചോറുണ്ണാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ മീൻ വറുക്കണതിൻ്റെ ഇടയിൽ ഞാൻ ഷെൽഫൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ക്ലീൻ ചെയ്യാൻ പറഞ്ഞാൽ എല്ലാ സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി വെക്കുന്നുണ്ട്. രാവിലെ കുക്ക് ചെയ്യുമ്പോൾ ഒക്കെ വലിച്ച് വാരി ഇട്ടിട്ടുണ്ടാവേ, അത് എത്ര അടുക്കി വെച്ചാലും പിന്നെ അതുപോലെ ആവും കേട്ടോ. രാവിലെ എണീക്കുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും അടുക്കി വെക്കും, അതാണ് അവസ്ഥ കേട്ടോ. വൃത്തിയാക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഡീപ്പ് ക്ലീനിങ് ഒന്നുമല്ല കേട്ടോ. അതാത് സാധനത്തേക്ക് കുറച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒതുക്കി വെക്കുക, അപ്പം തന്നെ കാണാൻ കുറച്ച് വൃത്തിയായിരിക്കുമല്ലോ. ഇപ്പം എങ്ങനെയുണ്ട്, ഇത് കഴിയുമ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾ നോക്കൂ കേട്ടോ. ഇത് അടുക്കി വെച്ച് കഴിയുമ്പോഴേക്കും മീനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം കുഞ്ഞൂസിന് രസവും മീൻ വറുത്തും കൂടി ചോറ് കൊടുത്ത് ട്രൗസർ തിരിച്ചിട്ടിരിക്കുകയാണ് കുഞ്ഞൂസ് ഇട്ടാ. ഇതാ കുഞ്ഞൂസാണ് ട്രൗസർ ഇട്ടത്, പോക്കറ്റൊക്കെ വെളിയിൽ വന്നു. പിണക്കമാണോ എന്നോടിണക്കമാണോ, അടുത്ത് വന്നാലും പൊന്നെ പഠിച്ചു നിൽക്കാതെ മിടുക്കി പ്രാവിൻ എവിടെ ചത്തുട്ടി, നമ്മുടെ തത്തുട്ടി അമ്മത്തേക്ക് വാ വാ വാ. പിണക്കൊക്കെ മാറ്റിക്കഴിഞ്ഞ് ഭക്ഷണമൊക്കെ നേരത്തെ കൊടുത്തല്ലോ. അപ്പോൾ അവനൊന്ന് ഉറക്കി കേട്ടോ, കുറച്ച് നേരം ഉച്ചയ്ക്ക് ഉറക്കുകയെ. അപ്പോൾ അവൻ്റെ കൂടെ ഞാനും കുറച്ച് നേരം കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.